നമസ്കാരം. ഒരു കേന്ദ്രമന്ത്രിയാകുന്നതിന് മുമ്പേ, ഒരു രാഷ്ട്രീയക്കാരനാകുന്നതിന് മുമ്പേ സാധാരണക്കാർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ആളായിരുന്നു സുരേഷ് ഗോപി. അത് തന്നെ അദ്ദേഹം ഇപ്പോഴും പിന്തുടരുകയാണ്. ഒരു ആഡംബരം കണ്ടിട്ടും സുരേഷ് ഗോപിയുടെ കണ്ണ് മഞ്ഞളിച്ചിട്ടില്ല. ഇപ്പോഴും സാധാരണക്കാരിൽ ഒരാളായി തുടരാനാണ് അദ്ദേഹത്തിന് ഇഷ്ടം. ഇപ്പോൾ പൊതുപരിപാടിയിലെ വേദിയിൽ തനിക്ക് ഇരിക്കാനായി ഒരുക്കിയ ആഡംബര കസേര മാറ്റി പ്ലാസ്റ്റിക് കസേരയിലിരുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത്. പരിപാടിയിൽ അദ്ദേഹത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നതിനിടെ സംഘാടകരോട് പറഞ്ഞ് കസേര മാറ്റിയിടുകയായിരുന്നു. കോഴിക്കോട് സ്വച്ഛതാ പക്വത 2024 പരിപാടിക്കിടെയായിരുന്നു സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട്. വേദിയിലേക്ക് ക്ഷണിക്കുന്നതിനിടെ അദ്ദേഹം സംഘാടകരോട് തന്റെ കസേര മാറ്റിയിടണമെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു. പിന്നാലെ സംഘാടകർ കസേര മാറ്റി പ്ലാസ്റ്റിക് കസേര കൊണ്ടുവന്നിടുന്നതും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുന്ന വീഡിയോയിലുണ്ട്. തുടർന്ന് വേദിയിലേക്ക് കയറുന്ന സുരേഷ് ഗോപിയെ നിറഞ്ഞ കയ്യടിയോടെ ജനങ്ങൾ സ്വാഗതം ചെയ്യുന്നതുമുണ്ട്. സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ നിരവധി പേരാണ് അദ്ദേഹത്തിന്റെ ലാളിത്യത്തെ പ്രശംസിച്ച് രംഗത്ത് വന്നിരുന്നത്. ഒരു കേന്ദ്രമന്ത്രിയായാൽ ഇങ്ങനെ വേണമെന്നായിരുന്നു ചിലരുടെ കമന്റ്. ആഡംബരത്തോട് ഞോ, സുരേഷ് ഗോപി എന്നും ജനങ്ങൾക്കൊപ്പം എന്നിങ്ങനെയുള്ള കമന്റുകളും സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. ഇതോടെ വീണ്ടും വീണ്ടും സുരേഷ് ഗോപി എന്ന വ്യക്തിത്വം സ്വീകാര്യത നേടുകയാണ്. ജനങ്ങളിലേക്ക് ഇറങ്ങി ഒരു സാധാരണക്കാരൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനമാണ് ഇന്ന് അദ്ദേഹത്തെ ഈ കേന്ദ്രമന്ത്രി പദത്തിൽ എത്തിച്ചതും. സ്വന്തം മണ്ഡലമെന്ന വേർതിരിവ് കാണിക്കാതെ കേരളത്തിലെ ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തി എന്ന നിലയിലും സുരേഷ് ഗോപി മുന്നിൽ തന്നെയാണ്. സർക്കാർ ഫണ്ട് നോക്കി നിൽക്കാതെ തന്റെ അഭിനയ ജീവിതത്തിലെ സമ്പാദ്യം വരെ എടുത്താണ് അദ്ദേഹം ജനങ്ങളെ സഹായിക്കുന്നത്. അതേസമയം ഏതെങ്കിലും പരിപാടിക്ക് പോകുമ്പോൾ MBA കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാമെന്ന് വിചാരിക്കുകയേ വേണ്ടെന്നും അവിടെ സിനിമ നടനായിട്ടേ വരുമെന്നും അതിന് യോഗ്യമായ ശമ്പളം എൻ്റെ സഹപ്രവർത്തകർ വാങ്ങുന്ന തരത്തിൽ വാങ്ങിയേ ഞാൻ പോകൂ എന്നുമാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിൽ നിന്ന് നയ്യാ പൈസ പോലും താൻ എടുക്കില്ല, അതെൻ്റെ ട്രസ്റ്റിലേക്ക് പോകുമെന്നും അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളായി ഉപയോഗിക്കുമെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. താൻ ഇനിയും സിനിമ ചെയ്യും, അതിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിന്റെ 5 മുതൽ 8% വരെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന തരത്തിൽ ചെലവഴിക്കും. ഇനി താൻ വ്യക്തികൾക്കായിരിക്കില്ല പണം നൽകുകയെന്നും കണക്കുകൾ നൽകേണ്ടതുള്ളത് കൊണ്ട് 5 മുതൽ 8% വരെ തുക ശമ്പളത്തിൽ നിന്ന് നൽകാനേ കഴിയുമെന്നും സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ജനങ്ങൾക്ക് വേണ്ടി ഇതുപോലെ എന്തും ചെയ്യാൻ തയ്യാറാവുന്ന നേതാക്കൾ സംസ്ഥാനത്ത് വളരെ കുറവായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് BJP-യിലായിരിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.